40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ചെലവഴിച്ച മോശ ഭക്ഷണപാനീയം കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവിടെ ആസ്വദിച്ചിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത്. ഭക്ഷണപാനീയങ്ങൾ ആസ്വദിച്ചിട്ടില്ല. താഴോട്ടിറങ്ങി വരിക. എന്തുണ്ട് കയ്യില്? ദൈവം തൻ്റെ അഗ്നി കരാങ്കുലികളാൽ കൊത്തിയെടുത്ത കൽപ്പലകളും അതിൽ കുത്തിക്കുറിച്ചാൽ കൽപ്പലകളുമുണ്ട്. കൽപ്പന നെഞ്ചിലേറ്റിക്കൊണ്ട് താഴോട്ട് വരുന്നവൻ്റെ ത്വക്ക് വിളങ്ങിയെന്ന്. അപ്പം ആരുടെ മുഖമാണ് പ്രകാശിക്കുന്നത്? പ്രമാണമുള്ളവൻ്റെ. പ്രമാണം നെഞ്ചിലേറ്റിയവൻ്റെ മുഖം പ്രകാശിക്കും. ദൈവമക്കളെ, വേറൊരു കുറുക്ക് വഴി ഇല്ലെന്നേ. ബാക്കിയെല്ലാം മേക്കപ്പാ, ബാക്കിയെല്ലാം ഏച്ചുവെപ്പാ, ബാക്കിയെല്ലാം കെട്ടിപ്പൊക്കുന്നതാ, ബാക്കിയെല്ലാം നമ്മൾ അല്ലെങ്കിൽ പന്തലിട്ടിട്ട് അല്ലെങ്കിൽ നടത്താൻ കാട്ടിക്കൂട്ടുന്നതാ. ദൈവമക്കളുടെ മുഖം പ്രകാശിക്കുന്നത് ദൈവവചനത്തെ നെഞ്ചിലേറ്റിയത് കൊണ്ടാ. പ്രമാണം നെഞ്ചിലേറ്റിയവന്റെ, പ്രമാണം ആദരത്തിലുള്ളവന്റെ, പ്രമാണം കാലിലുള്ളവന്റെ, പ്രമാണം ചിന്തയിലുള്ളവന്റെ ത്വക്ക് വിളങ്ങും, മുഖം പ്രകാശിക്കും, അവന്റെ മുഖം തേജസ് കൊണ്ട് നിറയും. അവനെ കാണുമ്പോൾ പ്രമാണിമാർ മുട്ടുപറയ്ക്കും. 60 ലക്ഷം പ്രമാണം തെറ്റിച്ച് നടക്കുമ്പോഴും ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഈ കോൺഫറൻസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടു സഹോദരൻ നിലയിൽ ഞാൻ നിങ്ങളോടും എന്നോടും ഒരുമിച്ച് പറയുന്നു, ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും പ്രമാണത്തിന് വേണ്ടി നിൽക്ക്. അസാധാരണ തേജസ് കൊണ്ട്, അസാധാരണ ശുശ്രൂഷ കൊണ്ട്, അസാധാരണ വിളി കൊണ്ട് ദൈവം നിങ്ങളെ പൊതിയും. ഹല്ലേലൂയ. ദാനിയേലേ, പ്രമാണത്തിന് വേണ്ടി നിന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടായി? ദാനിയേൽ 1:8, 1:15, 1:21 10 മടങ്ങാ പ്രമാണത്തിന് വേണ്ടി നിന്നത് കൊണ്ട് മുഖത്തിന്റെ അഴക് മാറിയത്. പ്രമാണത്തിന് വേണ്ടി നിൽക്കൂ, നിന്റെ തേജസ് ഇരട്ടിക്കാൻ പോകുക. കൃപയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കൂ, നിന്റെ മുഖഭാവം മാറാൻ പോകുക. ശുശ്രൂഷയുടെ തലം മാറാൻ പോകുക. കാരണം നാം ചുമലിലേറ്റിരിക്കുന്നത് ദൈവപ്രമാണത്തെയാണെന്ന്. ഫിലിപ്പിയർ 2:14 വക്രതയുള്ള തലമുറ, കോട്ടമുള്ള തലമുറ. ഇവിടെ നിങ്ങൾ ആരായിരിക്കണം? അനന്യരായിരിക്കണം. നിങ്ങൾ പരമാർത്ഥികളായിരിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരുന്നു കൊണ്ട് ജീവന്റെ വചനം ഒന്ന് പ്രമാണിച്ച് നിങ്ങൾ ലോകത്തിൽ ആരായിരിക്കും? ജ്യോതിസുകളെ പോലെ. എനിക്ക് പറയാൻ വചനം മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ദൈവവചനം മാത്രമേ ഉള്ളൂ. വചനം പ്രമാണിക്കുന്നവൻ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ജ്വലിക്കുമെന്ന്. പ്രമാണം തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവസഭ വന്നു ചേർന്നിരിക്കുന്നു. ദൈവസഭയുടെ അധാർമികതയുടെയും ദൈവസഭയുടെ മൂല്യച്യുതിയുടെയും കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി